കരുവന്നൂർ സഹകരണ ബാങ്ക് കുംഭകോണം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടു. ഇപ്പോഴും ഒരു എത്തും പിടിയില്ലാതെ, ഒരു തുമ്പുമില്ലാതെ നിൽക്കുകയാണ്. കുറ്റക്കാരെന്ന് പറഞ്ഞ് 2-3 ആൾക്കാരെ പൊതുസമക്ഷം കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു. കുറച്ച് നാളൊക്കെ അവർ ജയിലിൽ കിടക്കുകയും ചെയ്തു. ജയിൽവാസം കഴിഞ്ഞ് അവരൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇലക്ഷന് മുന്നെയായി ശ്രീ സുരേഷ് ഗോപി വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ചൊക്കെ തൃശ്ശൂർ വരെയൊക്കെ നടത്തിയിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അതിൽ ഇൻവോൾവഡ് ആയി എന്ന് പറയുന്ന ആരോപിക്കപ്പെട്ട തൃശ്ശൂർ വടക്കാഞ്ചേരി സ്വദേശി മന്ത്രി എല്ലാം തന്നെ തുറങ്കിൽ അടയ്ക്കപ്പെടും എന്നുള്ള വീരവാദമൊക്കെയാണ് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത്. ഇപ്പോൾ കാലം ഇത്രയായിട്ടും അത്തരത്തിലൊരു നടപടിയും നാം കണ്ടില്ല. അത് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോവുക തന്നെയാണ്. നിക്ഷേപകരുടെ കാശ് തിരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് അവരോട് തന്നെ ചോദിക്കണം. പക്ഷെ ആരോപിതരെ കുറിച്ചോ അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ക്രിമിനൽസിനെ കുറിച്ചോ ഒന്നും തന്നെ കേൾക്കാനുമില്ല. നമ്മൾ സ്വർണപാത്രം കൊണ്ട് മൂടിയാലും സത്യം മറന്നീക്ക് പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ പോലെ BJP-ക്കാർ ഇപ്പോൾ ഒന്നും അനങ്ങുന്നില്ല. അടുത്ത ഇലക്ഷൻ വരെ വരാൻ കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അതൊരു തുറുപ്പുചീട്ടായി എടുത്ത് വോട്ട് നേടാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പിടിക്കും എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യാമെന്ന രീതിയിൽ അവർ ഇങ്ങനെ ഇഴഞ്ഞു പോവുകയാണ്. പക്ഷെ അപ്പോഴാണ് നമുക്ക് എത്ര കണ്ട് കാലം ഈ സത്യത്തെ മറച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ ശരത് എന്ന് പറഞ്ഞ DYFIയുടെ ജില്ലാ സെക്രട്ടറിയായ ശരത് എന്ന് പറഞ്ഞ ഒരു പയ്യനും നിബിൻ എന്ന് പറഞ്ഞ മറ്റൊരു പയ്യനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഇന്നലെ എല്ലാവരും കേട്ടു. അതിൽ പറയുന്നുണ്ട്, മന്ത്രി ലീഡറല്ല ഡീലറാണ്. എല്ലാ വലിയ ആൾക്കാരൊക്കെ അപ്പർ ക്ലാസ്സിനൊക്കെ ഡീൽ ചെയ്യുന്നത്. കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്ന KK കണ്ണൻ എങ്ങനെ ഇത്ര ശതകോടീശ്വരനായി? ഏറ്റവും നല്ല ധനം സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് CPM പാർട്ടിയിൽ ചേർന്നാൽ മതി. ഏത് ആൾക്കും വേണമെങ്കിൽ കപ്പലണ്ടി കച്ചവടക്കാർക്കും ശതകോടീശ്വരനാവാം എന്നൊക്കെ ഉള്ളൊരു സംസാരം അവർ തമ്മിലുള്ള ഫോൺ സംവാദം നമ്മളെല്ലാം കേൾക്കുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും ആരെയും ബാധിക്കുന്നില്ല. ഇതെല്ലാം ഇവിടെ ഇങ്ങനെ നടക്കും. അത് 2 ദിവസം സംസാര വിഷയമാവും. അത് നമ്മളെ ബാധിക്കുന്നുമില്ല. കാരണം സംശുദ്ധിയൊക്കെ പോയി, രാഷ്ട്രീയത്തിന് സംശുദ്ധിയൊക്കെ പോയി. രാഷ്ട്രീയം ദൈനംദിന രാഷ്ട്രീയ തൊഴിലാളികൾ എന്ന് പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ സേവകർ എന്ന് പറയാൻ പറ്റില്ല. സാമൂഹിക സേവകർ എന്ന് ഇനി പറയാൻ പറ്റില്ല. നമ്മൾ അവരെ ഇനി അഴിമതിക്കാരെ എന്ന് വിളിച്ചാലും അവർക്ക് പ്രശ്നമില്ല. കാരണം മണി ആൻഡ് മസിൽ, മണി പവർ ആൻഡ് മസിൽ പവർ, അതിനപ്പുറത്തൊന്നുമില്ല. അത് കയ്യിലുള്ളിടത്തോളം കാലം അവർക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. സ്വാധീനിക്കാൻ ആൾക്കാരുണ്ട്, സ്വാധീനിക്കാൻ കയ്യിൽ കാശുണ്ട്, തിണ്ണമെടുക്കുന്നുണ്ട്, ഗുണ്ടായുസുണ്ട്. രാഷ്ട്രീയത്തെ ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല പറയുന്നത്, എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ അങ്ങനെയാണ്. ഒരു നായക്കാട്ടം 3ആയി മുറിച്ചാൽ ഏത് ഭാഗമാണ് നല്ലത് എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ കാര്യം. ദൈനംദിന രാഷ്ട്രീയ തൊഴിലാളികളായും അവർ മാറിയിരിക്കുന്നു. യാതൊരു വക ധാർമ്മികതയോ ആദർശങ്ങളോ സുജന മര്യാദകളോ ഒന്നുമില്ലാത്തവരായി മാറിയിരിക്കുന്നു. മറ്റുള്ളവരുടെ കാശ് തിണ്ണമെടുക്കുക കാണിച്ച് ജീവിക്കുന്നതിലെ യാതൊരു ജഡത്വവുമില്ല അവർക്ക്. ജനങ്ങൾ, സാധാരണ തട്ടിലുള്ള ജനങ്ങൾ ഈ പളവളപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന കാരണം അതാണ് ഇപ്പോഴത്തെ ശരി എന്നും അവർ വിശ്വസിക്കുന്നു. എല്ലാവരും അതിലേക്കാണ് പോകുന്നതും. അതിൻ്റെ പിന്നാലെയാണ് യുവതലമുറയും വൃദ്ധതലമുറയും ഒക്കെ
അതിൻ്റെ പിന്നാലെയാണ്. അതാണ് ശരി. കൈക്കൂലി വാങ്ങിക്കാത്തവൻ അല്ലെങ്കിൽ ആദർശങ്ങൾ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന വ്യക്തി ശരിയല്ല, അവർക്ക് എന്തോ തകരാറുണ്ട് എന്ന രീതിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, BJP ഇത്ര വലിയൊരു മാറ്റം കൊണ്ടുവരും, കരുവന്നൂർ സഹകരണ ബാങ്കിലെ പൈസ കൊള്ളയടിച്ച ആൾക്കാരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് ഗംഭീര രീതിയിൽ ജനങ്ങളെ ഏകോപിപ്പിച്ച് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടത്തി അധികാരത്തിൽ കയറി തൃശ്ശൂർ സീറ്റ് പിടിച്ചു. തൃശ്ശൂർ സീറ്റോടുകൂടി കരുവന്നൂർ ബാങ്കിന്റെ വിഷയം വിസ്മൃതിയിലായത് എന്തുകൊണ്ട് എന്നാണുള്ളത്. അത് പറയാൻ ഉള്ളിലെ പാർട്ടിയെ സ്നേഹിക്കുന്നവർ തന്നെ വേണ്ടി വന്നു എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നാണക്കേടാണ്. ഞങ്ങളൊക്കെ നിലപാടെടുത്ത ആൾക്കാരാണ്. കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ ഞാനൊക്കെ നിലപാടെടുത്തതാണ്. തികഞ്ഞ ഇടതുപക്ഷ ചിന്താഗതിയുള്ള എനിക്ക് പോലും അവസാനം അതിനോട് അതിനെതിരെ അവർക്കെതിരെ സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. BJP എടുത്ത സ്റ്റാൻഡ്സിനോട് ഞാൻ അനുകൂലിച്ച വ്യക്തിയാണ്. എന്നിട്ടും എന്തേ ഇത്ര വൈകിയത്, എന്തുകൊണ്ടാണ് ഈ മെല്ലപ്പോക്ക് എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. എത്ര കണ്ട് കാലം ഞങ്ങളെയൊക്കെ ഇങ്ങനെ വിഡ്ഢിയാക്കാൻ പറ്റും? ഒരു തീരുമാനം വേണ്ടേ? നിക്ഷേപകർ ആരായിക്കോട്ടെ, എക്സോർ വൈ കാശ് ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും, സ്വാധീനമുള്ളവർക്ക് കാശ് കൊടുത്തിട്ടുണ്ടാവും, സ്വാധീനമുള്ളവരൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ സാധാരണ ജനതയുടെ കാശ് കിട്ടാനുണ്ട്. ഇനി കിട്ടാനുണ്ടോ കിട്ടാനില്ലേ എന്നുള്ളതല്ല വിഷയം, അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം. ക്രൈം നടന്നത് എത്രയും പെട്ടെന്ന് അത് എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞ് അധികാരത്തിൽ ഏറിയിട്ട് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമസ്കാരം.